രാജാക്കന്മാർ 1-ാം പുസ്തകം അധ്യായം 14. ആ കാലത്ത് യെരോബെയാമിന്റെ മകനായ അബീയ രോഗബാധിതനായി. യെരോബെയാം തൻ്റെ ഭാര്യയോട്, നീ യെരോബെയാമിന്റെ ഭാര്യ എന്ന് ആരും അറിയാതെ വേഷം മാറി ശിലോവിലേക്ക് പോകണം. ഈ ജനത്തിന് ഞാൻ രാജാവാകും എന്ന് എന്നോട് പറഞ്ഞ അഹീയ പ്രവാചകൻ അവിടെയുണ്ടല്ലോ. നിന്റെ കയ്യിൽ 10 അപ്പവും കുറെ അടകളും ഒരു തുരുത്തി തേനും എടുത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. കുട്ടിയുടെ കാര്യം എന്താകും എന്ന് അവൻ നിന്നെ അറിയിക്കും എന്ന് പറഞ്ഞു. യെരോബെയാമിന്റെ ഭാര്യ അങ്ങനെ തന്നെ ചെയ്തു. അവൾ പുറപ്പെട്ടു ശിലോവിൽ അഹീയായുടെ വീട്ടിൽ ചെന്നു. എന്നാൽ അഹീയായ്ക്ക് വാർദ്ധക്യ നിമിത്തം കണ്ണു മങ്ങിയിരുന്നത് കൊണ്ട് കാണുവാൻ സാധ്യമല്ലായിരുന്നു. എന്നാൽ കർത്താവ് അഹീയായോട്, യെരോബെയാമിന്റെ ഭാര്യ തൻ്റെ മകനെ കുറിച്ച് നിന്നോട് ചോദിക്കുവാൻ വരുന്നു. അവൻ രോഗിയായി കിടക്കുന്നു. നീ അവളോട് ഇന്നിന്ന പ്രകാരം സംസാരിക്കണം. അവൾ അകത്തു വരുമ്പോൾ അന്യ സ്ത്രീയുടെ ഭാവം നടിക്കും എന്ന് അരുളി ചെയ്തു. അവൾ വാതിൽ കടക്കുമ്പോൾ അവളുടെ കാലൊച്ച അഹീയ കേട്ടിട്ട് പറഞ്ഞത്, യെരോബെയാമിന്റെ ഭാര്യയെ അടുത്തു വരിക. നീ ഒരു അന്യസ്ത്രീ എന്ന് നടിക്കുന്നത് എന്തിന്? കഠിന വർത്തമാനം നിന്നെ അറിയിക്കുന്നതിന് എനിക്ക് നിയോഗമുണ്ട്. നീ ചെന്ന് യെരോബെയാമിനോട് ഇങ്ങനെ പറയുക, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നിന്നെ ഉയർത്തി എൻ്റെ ജനമായ ഇസ്രായേലിന് രാജാവാക്കി. രാജത്വം ദാവീദ് ഗൃഹത്തിൽ നിന്ന് കീറിയെടുത്ത് നിനക്ക് തന്നു. എങ്കിലും എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും എന്നോട് പ്രസാദമുള്ളത് മാത്രം ചെയ്യുവാൻ പൂർണ്ണ മനസ്സോടെ എന്നെ അനുസരിക്കുകയും ചെയ്ത എൻ്റെ ദാസനായ ദാവീദിനെ പോലെ നീ ഇരിക്കാതെ നിനക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം ദോഷം ചെയ്തു. എന്നെ കോപിപ്പിക്കേണ്ടതിന് ചെന്ന് നിനക്ക് അന്യദേവന്മാരെയും വിഗ്രഹങ്ങളെയും വാർത്തുണ്ടാക്കി എന്നെ നിന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞു. അതുകൊണ്ട് ഇതാ ഞാൻ യെരോബെയാമിന്റെ ഗൃഹത്തിന് അനർത്ഥം വരുത്തും. യെരോബെയാമിനുള്ള സ്വതന്ത്രനും അസ്വതന്ത്രനുമായ പുരുഷ പ്രജയെ എല്ലാം ഇസ്രായേലിൽ നിന്ന് ഛേദിക്കും. മുന്തിരിക്കുലകൾ പറിക്കപ്പെടുന്നത് പോലെ യെരോബെയാമിന്റെ ഗൃഹം തീരെ നശിച്ചു പോകും. യെരോബെയാമിന്റെ സന്തതിയിൽ പട്ടണത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൾ തിന്നും. വയലിൽ വച്ച് മരിക്കുന്നവനെ ആകാശത്തിലെ പക്ഷികൾ തിന്നും. കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. ആകയാൽ നീ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകുക. നിന്റെ കാൽ പട്ടണത്തിനകത്ത് ചവിട്ടുമ്പോൾ കുട്ടി മരിച്ചു പോകും. ഇസ്രായേലെല്ലാം അവനെക്കുറിച്ച് വിലപിച്ചു. അവനെ അടക്കം ചെയ്തു. യെരോബെയാമിന്റെ ഗൃഹത്തിൽ വെച്ച് അവനിൽ മാത്രം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് പ്രസാദമുള്ള കാര്യം അല്പം കാണുകയാൽ യെരോബെയാമിന്റെ സന്തതിയിൽ അവനെ മാത്രം കല്ലറയിൽ അടക്കം ചെയ്യും. ദൈവം തനിക്ക് ഇസ്രായേലിൽ ഒരു രാജാവിനെ എഴുന്നേൽപ്പിക്കും. യെരോബെയാമിന്റെ ഗൃഹത്തെ ഛേദിച്ചു കളയും. എന്നാൽ ഇപ്പോൾ തന്നെ ഇസ്രായേൽ അശേര പ്രതിഷ്ഠകളെ ഉണ്ടാക്കി ദൈവത്തെ കോപിപ്പിച്ചതുകൊണ്ട് ഓട കാറ്റിനാൽ ആടുന്നത് പോലെ അവർ ആടത്തക്കവണ്ണം ദൈവം അവരെ ആടിച്ചു. അവരുടെ പിതാക്കന്മാർക്ക് താൻ കൊടുത്ത ഈ നല്ല പ്രദേശത്ത് നിന്ന് ഇസ്രായേലിനെ പറിച്ചെടുത്തു നദിക്കക്കരെ ചിതറിച്ചു കളയും.
പാപം ചെയ്യുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്ത യെരൊബെയാമിൻ്റെ പാപനിമിത്തം അവൻ ഇസ്രായേലിനെ ഉപേക്ഷിച്ചു കളയും. യെരൊബെയാമിൻ്റെ ഭാര്യ എഴുന്നേറ്റ് പുറപ്പെട്ടു തിസയിൽ വന്നു. അവൾ അരമനയുടെ ഉമ്മരപ്പടി കിടക്കുമ്പോൾ കുട്ടി മരിച്ചു. കർത്താവ് തൻ്റെ ദാസനായ അഹീയ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം അവർ അവനെ അടക്കം ചെയ്തു. ഇസ്രായേലെല്ലാം അവനെ കുറിച്ച് വിലാപം കഴിച്ചു. യെരൊബെയാം യുദ്ധം ചെയ്തതും രാജ്യം ആണതുമായ അവൻ്റെ മറ്റുമുള്ള വൃത്താന്തങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. യെരൊബെയാം വാണകാലം 22 സംവത്സരമായിരുന്നു. അവൻ തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവൻ്റെ മകനായി നാദാബ് അവന് പകരം രാജാവായി. ശലോമോൻ്റെ മകനായ രഹബെയാമും യഹൂദയിൽ ഭരിച്ചു. രഹബെയാമും വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 41 വയസ്സായിരുന്നു. കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കുവാൻ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത നഗരമായ യെരൂശലേമിൽ അവൻ 17 സംവത്സരം വാണു. അമ്മോന്യ സ്ത്രീയായ അവൻ്റെ അമ്മയ്ക്ക് നയമാ എന്നു പേർ. യഹൂദ ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്തു. അവർ ചെയ്ത പാപങ്ങൾ മൂലം അവരുടെ പിതാക്കന്മാർ ചെയ്തതിനേക്കാൾ അധികം അവനെ കോപിപ്പിച്ചു. എങ്ങനെയെന്നാൽ അവർ ഉയർന്ന കുന്നിന്മേലൊക്കെയും പച്ചമരത്തിൻ കീഴിലൊക്കെയും പൂജാഗിരികളും സ്തംഭ വിഗ്രഹങ്ങളും അശേര പ്രതിഷ്ഠകളും ഉണ്ടാക്കി. വ്യഭിചാരികളും ദേശത്ത് ഉണ്ടായിരുന്നു. കർത്താവ് ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞത ജാതികളുടെ സകല മ്ലേച്ഛതകളും അവർ അനുകരിച്ചു. രഹബെയാം രാജാവിൻ്റെ 5-ാം ആണ്ടിൽ മിസ്രയീം രാജാവായ ശീശയ്ക്ക് യെരൂശലേമിനെതിരെ വന്നു. ദൈവാലയത്തിലെ ഭണ്ഡാരവും രാജഭണ്ഡാരവും എല്ലാം കവർന്നു. അവൻ മുഴുവനും കൊള്ള ചെയ്തു. ശലോമോൻ ഉണ്ടാക്കിയ പൊൻപരിചകളും എടുത്തുകൊണ്ടുപോയി. ഇവയ്ക്ക് പകരം രഹബെയാം രാജാവ് താമ്രം കൊണ്ട് പരിചകൾ ഉണ്ടാക്കി രാജഗൃഹവാതിൽ കാക്കുന്ന അകമ്പടി നായകന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. രാജാവ് ദൈവാലയത്തിൽ ചെല്ലുമ്പോൾ അകമ്പടികൾ അവയെ ധരിക്കുകയും പിന്നെ അകമ്പടികളുടെ അറയിൽ തിരികെ കൊണ്ടുചെന്ന് വയ്ക്കുകയും ചെയ്യും. രഹബെയാമിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതെല്ലാം യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. രഹബെയാമിനും യെരൊബെയാമിനും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു. രഹബെയാം തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവൻ്റെ പിതാക്കന്മാരോടുകൂടി ദാവീദിൻ്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അവൻ്റെ മകനായ അബീയ അവന് പകരം രാജാവായി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.